സോ ഇപ്പോൾ നിങ്ങൾ സ്ക്രീൻ നോക്കിയാൽ എഴുതുന്നത് ഇപ്പോൾ നോക്കണ്ട, അത് ഞാൻ എടുത്തു തരാം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, നമ്മൾ റൂട്ടിംഗ് പ്രോട്ടോകോൾസ് നമുക്ക് ഡൈനാമിക് റൂട്ടിംഗ് ടേബിളുണ്ട്, സ്റ്റാറ്റിക് റൂട്ടിംഗ് ടേബിളുണ്ട്. അപ്പോൾ ഇതിൽ ചെറിയ നെറ്റ്വർക്കുകളാണെങ്കിൽ നമുക്ക് സ്റ്റാറ്റിക് റൂട്ടിംഗ് ടേബിൾ മതി. അത് വെച്ചിട്ട് നമുക്ക് മാനുവലായിട്ട് എല്ലാ എൻട്രി ഒക്കെ കൊടുക്കാം, ചെയ്യാം, ഒക്കെ കുഴപ്പമില്ല. അതേസമയം കുറച്ചുകൂടെ വലിയ നെറ്റ്വർക്കുകളൊക്കെ ആണെങ്കിൽ നമുക്ക് മാനുവലി ഡേറ്റ എൻട്രി നടത്താൻ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയ ഇൻ്റർനെറ്റ് പോലത്തെ വലിയ സംഭവങ്ങളൊക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അൽഗോരിതമുകൾ ഉപയോഗിച്ച് റൂട്ടിംഗ് ടേബിൾ ജനറേറ്റ് ചെയ്യും, അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്ന പ്രോട്ടോകോൾസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ റൂട്ടിംഗ് പ്രോട്ടോകോൾസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇൻട്രാ ഡൊമൈനും ഇൻ്റർ ഡൊമൈനും. നിങ്ങൾക്കിതിപ്പോൾ അത് രണ്ടായിട്ട് നമ്മൾ പോകുന്നുണ്ട്. നമ്മൾ റൂട്ടിംഗ് പ്രോട്ടോകോൾസ് തന്നെ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇൻട്രാ ഡൊമൈനും അതുപോലെ തന്നെ ഇൻ്റർ ഡൊമൈനും. ആ ഇൻട്രാ ഡൊമൈനിനകത്തും ആണെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ ഉദ്ദേശം എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതായത് നമുക്ക് നമ്മുടെ മൊത്തത്തിലുള്ള ഇൻ്റർനെറ്റിനെ നമ്മൾ പുതിയ ചെറിയ ചെറിയ ഓട്ടോണോമസ് സിസ്റ്റംസായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഓട്ടോണോമസ് സിസ്റ്റങ്ങൾ തമ്മിലുള്ള റൂട്ടിംഗ് ആണെങ്കിൽ അതായിരിക്കും ഇൻ്റർ ഡൊമൈനും. ആ നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓട്ടോണമസ് സിസ്റ്റത്തിനകത്തുള്ള റൂട്ടിംഗ് ആണ് അതിന് ഇൻട്രാ ഡൊമൈൻ റൂട്ടിംഗ് എന്നും പറയും. അതിനുപയോഗിക്കുന്ന പ്രോട്ടോകോൾസിന് ഇൻട്രാ ഡൊമൈൻ റൂട്ടിംഗ് പ്രോട്ടോകോൾ എന്നും ഇൻ്റർ ഡൊമൈൻ റൂട്ടിംഗ് പ്രോട്ടോകോൾ എന്നും പറയും. അങ്ങനെ അകത്ത് ഉപയോഗിക്കുന്ന ഇൻട്രാ ഡൊമൈനിന് രണ്ട് ടൈപ്പാണ് നമുക്ക് മെയിനായിട്ടുള്ള, ഡിസ്റ്റൻസ് വെക്ടറും അതുപോലെ തന്നെ ലിങ്ക് സ്റ്റേറ്റും. അതല്ലാതെ ഇൻ്റർ ഡൊമൈനിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന അൽഗോരിതം എന്ന് പറയുന്നത് പാത്ത് വെക്ടർ അൽഗോരിതം എന്നാണ്. അതിന് ഉപയോഗിക്കുന്ന നമ്മുടെ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് BGP, ബോർഡർ ഗേറ്റ്വേ പ്രോട്ടോകോൾ. ഡിസ്റ്റൻസ് വെക്ടറിൻ്റെ കറസ്പോണ്ടിങ് പ്രോട്ടോകോൾ റൂട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോകോൾ. ഡിസ്റ്റൻസ് വെക്ടർ അൽഗോരിതം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന പ്രോട്ടോകോളിന് നമുക്ക് RIP, റൂട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോകോൾ എന്നും, ലിങ്ക് സ്റ്റേറ്റ് അൽഗോരിതം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഇൻട്രാ ഡൊമൈൻ ഒരെണ്ണത്തിന് ഓപ്പൺ ഷോർട്ടസ്റ്റ് പാത്ത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ OSPF. ഇങ്ങനെ 3 അൽഗോരിതം നമ്മൾ പഠിക്കണം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് ഈ രണ്ടെണ്ണം. BGPക്കായിട്ട് കൂടുതൽ എല്ലാ തവണയും ചോദിക്കുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് വെക്ടർ അല്ലെങ്കിൽ ലിങ്ക് സ്റ്റേറ്റ് എന്ന് പറയുന്ന 2 അൽഗോരിതങ്ങളും അത് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന RIP അതുപോലെ OSPF ആണ് വേണ്ടത്. അപ്പോൾ അതിൽ ആദ്യത്തെ നമ്മുടെ ഇത് നോക്കാം, നമ്മുടെ ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ് അൽഗോരിതം എന്ന് പറയുന്ന സാധനം നോക്കാം. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ് അൽഗോരിതം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ഒപ്റ്റിമൈസേഷൻ ഏറ്റവും നല്ല ബെസ്റ്റ് പാത്ത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതൊക്കെ. ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ കോസ്റ്റ് ഉണ്ട്. അത് ഓരോ പാത്തിനും നമ്മളൊരു ഓരോ കോസ്റ്റ് അല്ലെങ്കിൽ ഒരു മെട്രിക് നമ്മൾ കൊടുക്കും. ആ മെട്രിക് അനുസരിച്ചാണ് അതിൽ ഉള്ളതിൽ ഓരോ പാത്തിനും കൊടുത്തിട്ട് അതിൻ്റെ അനുസരിച്ചാണ് ഓരോ മെട്രിക് അനുസരിച്ച് ഓരോ പാത്തിൽ ഏതാണ് നല്ല പാത്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. ആ മെട്രിക് എന്ന് പറയുന്ന സാധനം പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുണ്ടാവാമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഡിലേയെ ഡിപ്പെൻഡ് ചെയ്തുണ്ടാവാം, ത്രോപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്താണ്, ഒരുപാട് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തുണ്ടാവാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുണ്ടാവാം നമ്മുടെ ഒരു മെട്രിക് അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ് അൽഗോരിതത്തിന് പേര് പറയുന്ന പോലെ തന്നെ 2 നോഡുകൾ അല്ലെങ്കിൽ 2 ഡിവൈസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്കതിൻ്റെ ദൂരം. ഡിസ്റ്റൻസ് ആണ് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക് അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്നത്, ദൂരം. അതായത് എത്ര നോഡ് കൂടെ കയറി പോകണം എങ്ങനെയുള്ള കേസിൽ എത്ര ദൂരം കൂടുതലുള്ളതിന് കോസ്റ്റ് കൂടുതലും ദൂരം കുറവുള്ളതിന് കോസ്റ്റ് കുറവുമായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിയിട്ട് അതിൽ ഏറ്റവും ദൂരം കുറവുള്ള പാത്ത് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതായിരിക്കും നമ്മുടെ ലീസ്റ്റ്. അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് ലീസ്റ്റ് കോസ്റ്റ് റൂൾ എന്നാണ് നമ്മൾ ഈ വിളിക്കുന്നതിന് പറയുന്നത്. അപ്പോൾ ലീസ്റ്റ് കോസ്റ്റ് റൂൾ എന്ന് നമ്മൾ റൂട്ട് എന്നതിന് വിളിക്കുന്ന പേര്. അപ്പോൾ അതിനകത്ത് ഓരോ നമ്മുടെ നേരത്തെ പറഞ്ഞ റൂട്ടിംഗ് ടേബിൾ നമ്മുടെ ഓരോ നോഡിനകത്തും ഓരോ നമ്മുടെ ഡിവൈസിനകത്തും നമുക്കൊരു റൂട്ടിംഗ് ടേബിൾ നമുക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ റൂട്ടിംഗ് ടേബിളിനകത്ത് മെയിനായിട്ട് ഇപ്പോൾ ഈ താഴെ നിങ്ങൾക്ക് ഈ പടം കാണണം. ഈ പടത്തിനകത്ത് പറഞ്ഞേക്കുന്ന പോലെ താഴെ നമുക്ക് മെയിനായിട്ട് 3 കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ റൂട്ടിംഗ് ടേബിളിലുള്ളത്. അതായത് നമുക്ക് ഒരു എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള കാണാൻ പറ്റുന്നതെന്ന് വിശ്വസിക്കുന്നു. എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള അതുപോലെ തന്നെ അതിലേക്ക് പോകാനുള്ള ദൂരം കോസ്റ്റ്, അടുത്ത ഏത് റൂട്ടറിലേക്ക് പോകണം, തൊട്ടടുത്ത ഏത് റൂട്ടറിലേക്ക് പോകണം, ഇങ്ങനെ ഏത് നോഡിലേക്ക് പോകണം എന്നുള്ള 3 കാര്യങ്ങളാണ് ഒരു ടേബിളിനകത്തുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഓരോ നോഡിനും ഇതുപോലെ തന്നെ ഓരോരോ ടേബിളുകൾ കാണും. ഒരു കാര്യം ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ നമ്മുടെ ഇതിനകത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. എഴുതുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു മിനിറ്റ്. ഹലോ, നിങ്ങൾക്ക് ഞാൻ എഴുതുന്ന ആണെങ്കിൽ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ പിള്ളേരെ? ഹലോ, ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കണേ. അപ്പോൾ അതിനകത്ത്
ഫോർ എക്സാമ്പിൾ വലുതാക്കാൻ പറ്റുമോ എനിക്ക് കാണാൻ. അപ്പോൾ ഈ നമ്മുടെ മറ്റേ സ്ക്രീനിലുള്ള പടം തന്നെ ഞാൻ ഇങ്ങോട്ടൊന്ന് വരയ്ക്കാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വരയ്ക്കുകയാണ്. എനിക്ക് ഫോർ എക്സാമ്പിൾ ഒരു മിനിറ്റ്, ഇതിനകത്ത് വൈറ്റ് ബോർഡ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ? വേണ്ട, ഓക്കെ. അതായത് നേരത്തെ ഇതിനകത്തുള്ളത് തന്നെ നമുക്ക് ഒരു ചെറിയൊരു നെറ്റ്വർക്കാണ്. ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി നമ്മുടെ ടെക്സ്റ്റിനകത്ത് തന്നെ ഒരു ചെറിയൊരു നെറ്റ്വർക്കാണ് നമ്മൾ ABCD അഥവാ എന്ന് പറയുന്ന ഒരു ചെറിയ നെറ്റ്വർക്കാണ്. അതിൽ എങ്ങോട്ടാ കണക്ഷൻ ഉണ്ട്? എയും ഡിയും തമ്മിൽ കണക്ഷൻ ഉണ്ട്, എയും ബിയും തമ്മിൽ കണക്ഷൻ ഉണ്ട്, എയും സിയും തമ്മിൽ കണക്ഷൻ ഉണ്ട്, സിയും ഡിയും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഞാനിപ്പം ആരോ ഒന്നും കണക്കാക്കണ്ട, നിങ്ങൾ ഇയും തമ്മിൽ കണക്ഷൻ ഉണ്ട്, ബിയും ഇയും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഇങ്ങനെ ഇത്രയും ഡിവൈസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കണക്ഷൻ ഉണ്ട്. ഈ ഓരോ ലിങ്കിന് ഇത് എയും ബിയും സിയും ഡിയും ഇ എന്ന് പറയുന്നതാണ് നമ്മുടെ നോഡുകൾ. ഈ നോഡിൻ്റെ തമ്മിലുള്ള കണക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിങ്ക് അല്ലെങ്കിൽ പാത്ത്. ഈ പോകുന്ന ഓരോ ലൈനുമാണ് ലിങ്ക് അല്ലെങ്കിൽ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ആ പാത്തിൻ്റെ മേളിൽ നമുക്ക് ഓരോ പാത്തിനും ഓരോ കോസ്റ്റ് ഉണ്ട്. കോസ്റ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസിൻ്റെ ബാധകമായിട്ടിരിക്കും. ദൂരം കൂടുതലനുസരിച്ചാണ് നമ്മൾ ആ കോസ്റ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവരൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് എയും ബിയും തമ്മിലുള്ള കോസ്റ്റ് 5 എന്ന് പറഞ്ഞാൽ അതൊരു ഡിസ്റ്റൻസിൻ്റെ ഒരു വാല്യൂ കൊടുത്തേക്കുക. 5 എന്ന് പറഞ്ഞൊരു വാല്യൂ. ഇത് തമ്മിൽ 2, ഇത് തമ്മിൽ 3, ഇത് തമ്മിൽ 4, ഇത് തമ്മിൽ 4, ഇത് തമ്മിൽ 3. ഇങ്ങനെ നമുക്ക് എല്ലാത്തിനും ഓരോ കോസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയേണ്ടത് ഓരോ നോഡിൽ നിന്നും ബാക്കി എല്ലാ നോഡിലേക്കും പോകേണ്ട, അല്ലെങ്കിൽ ഓരോ നോഡിൽ നിന്നും ബാക്കി എല്ലാ നോഡിലേക്കും പോകേണ്ട ഏറ്റവും കോസ്റ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കുറവുള്ള റൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അതാണ് ഉദ്ദേശം. അതിനുവേണ്ടി ഓരോ ഇതുപോലത്തെ നോഡിനും ഓരോ ടേബിൾ ഉണ്ടാവും. ഇപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ ഞാനിപ്പോൾ എൻ്റെ എന്ന് പറയുന്ന ഒരു നമ്മുടെ നോഡിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വരയ്ക്കുവാണെങ്കിൽ ആ ടേബിളിനകത്ത് എപ്പോഴും 3 കോളമാണ് നമുക്കുണ്ടാവുക. 3 കോളംസ് ഇത് കാണിച്ച പോലെ തന്നെ 3 കോളം നമുക്കുണ്ടാവും. ഒരു കോളം എന്ന് പറയുന്നത് 2. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. ഒരു കോളം എന്ന് പറയുന്നത് 2, അടുത്ത കോളം എന്ന് പറയുന്നത് കോസ്റ്റ്, മൂന്നാമത്തെ കോളം എന്ന് പറയുന്നത് നെക്സ്റ്റ്. ഇങ്ങനെ 3 കോളമാണ് നമുക്ക് ഒരെണ്ണത്തിനകത്തുള്ളത്. എന്താണ് ഈ 3 കോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തത് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത്. ഇതിപ്പോൾ എയുടെ റൂട്ടിംഗ് ടേബിൾ അങ്ങനെ എഴുതിയേക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ നോഡിൻ്റെയും പേര് അതിലെഴുതും. ABCDE. ഓക്കെ. ഇനി ഇവിടുന്ന് ഇപ്പോൾ എനിക്ക് പോകേണ്ടത് ഇപ്പോൾ എന്ന് പറയുന്ന നോഡിൽ നിന്ന് ഏതൊക്കെ നോഡിലേക്ക് പോകണോ ആ നോഡുകളുടെ എല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ അടുത്തുള്ള കോളംന് കോസ്റ്റാണ്, അങ്ങോട്ടേക്ക് പോകാനുള്ള കോസ്റ്റ്. ഇപ്പോൾ എയിൽ നിന്ന് എയിലേക്ക് പോകണമെങ്കിൽ എനിക്ക് കോസ്റ്റ് വല്ലതും ഉണ്ടോ? ഡിസ്റ്റൻസ് വല്ലതും ഉണ്ടോ? എയിൽ നിന്ന് എയിലേക്ക് തന്നെ പോകണമെങ്കിൽ എനിക്ക് ഡിസ്റ്റൻസ് വല്ലതും ഉണ്ടോ? പറഞ്ഞേ, ഉണ്ടോ? നമുക്ക് ഡിസ്റ്റൻസ് വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് അവിടെ നമുക്ക് എന്തോ വാല്യൂ എഴുതാം? 0. എയിൽ നിന്ന് എയിലേക്ക് പോകാൻ വേണ്ടി വേറെ ഒന്നുമില്ല. എയിൽ നിന്ന് ബിയിലേക്ക് പോകണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ പടം നോക്കി എനിക്കറിയാം. എയിൽ നിന്ന് ബിയിലേക്ക് പോകണമെങ്കിൽ എൻ്റെ കോസ്റ്റ് എത്രയാണ്? 5. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? 5 എഴുതും. മനസ്സിലാവുന്നുണ്ടോ? ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്ന കോളത്തിൽ എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏതെങ്കിലും ഫോർ എക്സാമ്പിൾ എയിൽ നിന്ന് ഇയിലേക്ക് പോകണമെന്ന് വിചാരിച്ചു പോകാം. എയിൽ നിന്ന് ഇയിലേക്ക് ഡയറക്റ്റ് ലിങ്ക് ഉണ്ടോ? എയിൽ നിന്ന് ഇയിലേക്ക് ഡയറക്റ്റ് ലിങ്ക് ഉണ്ടോ? ഇല്ല. അപ്പം ഒന്നുകിൽ എയിൽ നിന്ന് ഇയിലേക്ക് സി വഴി പോവാം, അല്ലെങ്കിൽ എയിൽ നിന്ന് ഇതിലേക്ക് എങ്ങനെ വഴി പോവാം? ബി വഴി പോവാം. അല്ല, ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എയിൽ നിന്ന് ഇയിലേക്ക് ഡയറക്റ്റ് ലിങ്ക് ഇല്ല. അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും വരുന്ന കേസാണെങ്കിൽ, അങ്ങനെ എവിടെയെങ്കിലും വരുന്ന കേസാണെങ്കിൽ അപ്പോൾ നമ്മൾ ആ ഏത് ത്രൂ ആണ് പോകുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റിൻ്റെ മീനിങ്. മനസ്സിലായോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇയിലേക്കുള്ള കേസാണെങ്കിൽ നമുക്ക് ത്രൂ എഴുതുമ്പം ഒന്നുകിൽ ത്രൂ സി പോവാം, അല്ലെങ്കിൽ ത്രൂ ബി പോവാം. അതാണ് നമ്മൾ ഈ നെക്സ്റ്റ് എന്നുള്ള കോളത്തിൽ. അപ്പോൾ എയിൽ നിന്ന് എയിലേക്ക് പോകാൻ ഇടയ്ക്ക് വേറെ ആരുടെയും വഴി കൂടെ കയറേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ അവിടെ ഒരു ഡാഷൻ കിട്ടും. എയിൽ നിന്ന് ബിയിലേക്ക് പോകാനും ഡയറക്റ്റ് ലിങ്ക് ആണ്. എനിക്ക് ത്രൂ വേറൊരു നോടി കൂടെ പോകേണ്ട കാര്യമില്ല. അവിടെ അപ്പം നെക്സ്റ്റ് ഒന്നുമില്ല. എയിൽ നിന്ന് സിയിലേക്ക് പോകണമെങ്കിലോ, എയിൽ നിന്ന് സിയിലേക്ക് പോകണമെങ്കിൽ കോസ്റ്റ് എത്രയാ? 2 ആണ്. ഡയറക്റ്റ് ലിങ്ക് ആയതുകൊണ്ട് അവിടെ നെക്സ്റ്റ് ഇല്ല. അപ്പം ഡിസ്റ്റൻസ് 2, ഡയറക്റ്റ് ലിങ്ക് ആയതുകൊണ്ട് എനിക്ക് വേറെ ഒന്നുമില്ല. ശരിയാണോ? ഇനി എയിൽ നിന്ന് ഡിയിലേക്ക് പോകാനോ? എയിൽ നിന്ന് ഡിയിലേക്ക് പോകാൻ കോസ്റ്റ് 3 ആണ്. ഡയറക്റ്റ് ലിങ്ക് ആയതുകൊണ്ട് നെക്സ്റ്റ് വല്ലതും ഉണ്ടോ? വല്ലതുണ്ടോ? ഇല്ല. ഇനി എയിൽ നിന്ന് ഇപ്പം പറയുവാണ്, ഇപ്പം എയിൽ നിന്ന് അടുത്ത് നമുക്ക് പോകാനുള്ളത് ഇയിലേക്കാണ്. ഓക്കെ, എയിൽ നിന്ന് ഇയിലേക്കാണ് പോകേണ്ടത്. അപ്പം നമുക്കിപ്പോൾ ഈ പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് വേണ്ടത് ഏറ്റവും ഡിസ്റ്റൻസ് കുറവുള്ള സാധനമാണെന്ന് അറിയാം. ഏറ്റവും ഡിസ്റ്റൻസ് കുറവുള്ളതാണ് നമുക്ക് പോകാനുള്ള കൺസെപ്റ്റ്. അപ്പോൾ നോക്കിയേ, എയിൽ നിന്ന് ഇയിലേക്ക് പോകാൻ 2 പാത്ത് ഉണ്ട്. ഒന്നുകിൽ ത്രൂ സി പോവാം, അല്ലെങ്കിൽ ത്രൂ ബി പോവാം. ഏതായിരിക്കും ലീസ്റ്റ് ഡിസ്റ്റൻസ് ഉള്ള പാത്ത്? ഏതായിരിക്കും?
സി കൂടെ കാരണം എന്താ, സി കൂടെ പോവുകയാണെങ്കിൽ എയിൽ നിന്ന് സി വരെ 2 കോസ്റ്റും സിയിൽ നിന്ന് ഇ വരെ 4 കോസ്റ്റും മൊത്തത്തിൽ എത്ര വരും? 6 കോസ്റ്റ്. അതേസമയം 6 വരും. അല്ലെങ്കിൽ നമ്മൾ ബി കൂടെ പോകുന്നെങ്കിലോ, എയിൽ നിന്ന് ബി വരെ 5ഉം ബിയിൽ നിന്ന് ഇ വരെ എത്ര 3യും കൂടെ ചേർന്ന് എത്രയായി? 8. അപ്പോൾ ഈ പാത്താണോ ഡിസ്റ്റൻസ് ഏറ്റവും കുറവ്? സി കൂടെ പോകുന്നതല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞ ഐഡിയൽ കണ്ടീഷനിൽ നമ്മൾ ശരിക്കും ഫൈനൽ റൂട്ടിംഗ് ടേബിൾ ഒന്നും എങ്ങനെ ഇരിക്കും? എയിൽ നിന്ന് ഇയിലേക്ക് പോകാൻ കോസ്റ്റ് എത്രയാ? 6. പോകുന്നത് ത്രൂ ആര് വഴിയാ? സി. അപ്പം ഞാൻ നെക്സ്റ്റിൻ്റെ അവിടെ എന്ത് എഴുതണം? സി എഴുതണം. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായോ? ഹലോ. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു നോഡിന്റെ റൂട്ടിംഗ് ടേബിൾ നമുക്ക് എഴുതാം. ഞാനിപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ റൂട്ടിംഗ് ടേബിൾ വേണ്ടതാണ്. നമുക്ക് നിങ്ങൾ പരീക്ഷയ്ക്ക് ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ എല്ലാത്തിൻ്റെ എഴുതാം. ഒരെണ്ണത്തിനോട് ഞാൻ എഴുതി കാണിക്കാം. ഫോർ എക്സാമ്പിൾ സിയുടെ എഴുതിക്കോ. സിയുടെ റൂട്ടിംഗ് ടേബിൾ ഇതുപോലെ തന്നെ നമുക്ക് 3 കോളം. 2 കോസ്റ്റ് നെക്സ്റ്റ്, 2 കോസ്റ്റ് നെക്സ്റ്റ്. എനിക്കുള്ള കോളങ്ങളെല്ലാം എഴുതി. എ ബി സി ഉള്ള നോഡുകളെല്ലാം എഴുതി. എ ബി സി ഡി ഇ. സിയിൽ നിന്ന് എയിലേക്ക് കോസ്റ്റ് എത്രയാ? 2. ഡയറക്റ്റ് ലിങ്കാ? നെക്സ്റ്റ് വല്ലതും ഉണ്ടോ? ഇല്ല. സിയിൽ നിന്ന് ബിയിലേക്ക് കോസ്റ്റ് എത്രയാ? 4. ഡയറക്റ്റ് ലിങ്കാ? നെക്സ്റ്റ് ഉണ്ടോ? ഇല്ല. സിയിൽ നിന്ന് സിയിലേക്ക് കോസ്റ്റ് എത്രയാ? സെയിം ലിങ്ക് അല്ലേ? 0. നെക്സ്റ്റ് ഇല്ല. സിയിൽ നിന്ന് ഡിയിലേക്ക് ഡയറക്റ്റ് ലിങ്ക് വല്ലതും ഉണ്ടോ? സിയിൽ നിന്ന് ഡി? ഇല്ല. നമുക്ക് പോകാൻ പറ്റുന്ന പാത ഏതാ? എയിൽ കൂടെ. കോസ്റ്റ് എത്ര വരും? 2 + 3 5. അപ്പൊ ഞാൻ ഇവിടെ എന്ത് എഴുതും? ഡിയിലേക്ക് പോകാനുള്ളത് 5. ത്രൂ എവിടെയാണ്? എ. ശരിയാണോ? ഇനി അടുത്ത ഇയിലേക്ക് പോകാൻ കോസ്റ്റ് എത്രയാ? ഇവിടെ കിടപ്പുള്ള 4. ഡയറക്റ്റ് ലിങ്ക് ആണ്. അതുകൊണ്ട് എനിക്ക് എന്താവശ്യമില്ല? നെക്സ്റ്റിന്റെ ആവശ്യമില്ല. അങ്ങനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ നമ്മുടെ നോഡുകളുടെ എനിക്ക് എന്തെഴുതാം? ഫൈനൽ റൂട്ടിംഗ് ടേബിൾ എഴുതാൻ പറ്റും. ശരിയാണോ? മനസ്സിലായി. പക്ഷെ അങ്ങനെ എഴുതണമെങ്കിൽ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? എനിക്ക് ഈ റൂട്ടിംഗ് ടേബിൾ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എന്തറിഞ്ഞിരിക്കണം? എനിക്ക് എൻ്റെ ഫുൾ നെറ്റ്വർക്കിലെ എല്ലാ നോഡുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയൊക്കെ കണക്ട് ചെയ്തിരിപ്പുണ്ടെന്നും ആ കണക്ട് ചെയ്ത ലിങ്കുകളുടെ എല്ലാം വാല്യൂവും കോസ്റ്റും എല്ലാം അറിഞ്ഞെങ്കിൽ മാത്രമല്ലേ എനിക്ക് ഈ ടേബിൾ ഉണ്ടാക്കാൻ പറ്റൂ. ശരിയാണോ? അതായത് ഓരോ നോഡുകളും ബാക്കി നമ്മുടെ നെറ്റ്വർക്കിലുള്ള മൊത്തം നോഡുകളുടെയും എങ്ങോട്ടൊക്കെ കണക്റ്റഡ് ആണെന്നും അതുപോലെ ആ കണക്ഷൻ്റെ എല്ലാം എന്തുവാണ് നമ്മുടെ കോസ്റ്റുകളും ഡിസ്റ്റൻസും എല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമല്ല ഇങ്ങനെ ഫോം ചെയ്യാൻ പറ്റൂ. ശരിയാണോ? എയ്ക്ക് എയിൽ നിന്നുള്ള കോസ്റ്റുകൾ മാത്രം അറിഞ്ഞാൽ പോരായിരുന്നു. സിയിൽ നിന്ന് ഇയിലോട്ടുള്ള കോസ്റ്റും കൂടെ അറിഞ്ഞുകൊണ്ടല്ലയോ എന്ത് ഫോം ചെയ്തേ? ഈ ഇ എന്നുള്ള വാല്യൂ നമ്മൾ എഴുതിയത്. ശരിയാണോ? അപ്പോൾ എല്ലാത്തിൻ്റെയും വാല്യൂ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഫോം ചെയ്യാൻ പറ്റൂ. പക്ഷേ ഇനിഷ്യൽ കണ്ടീഷൻ ഇത് നമ്മുടെ ഫൈനൽ റൂട്ടിംഗ് ടേബിളാണ്. പക്ഷേ ഇനിഷ്യൽ കണ്ടീഷനിൽ ഒരിക്കലും ഒരു നോഡിനും എന്ത് കിട്ടത്തില്ല? ഈ ഇൻഫർമേഷൻ മൊത്തം കിട്ടുമോ? ഒരു നെറ്റ്വർക്ക് അങ്ങോട്ട് കണക്ട് ചെയ്താൽ ഉടനെ ഈ ഇൻഫർമേഷൻ മൊത്തം എല്ലാ നോഡുകൾക്കും കിട്ടുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്രാക്ടിക്കൽ കേസിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ? എല്ലാ ഇൻഫർമേഷനും കിട്ടുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എയ്ക്ക് ഇപ്പം ബിയും ഇയും തമ്മിലുള്ള ലിങ്കിന്റെ വാല്യൂ, അല്ലെങ്കിൽ സിയും ഇയും തമ്മിലുള്ള ലിങ്കിന്റെ വാല്യൂ, അല്ലെങ്കിൽ സിയും ബിയും തമ്മിലുള്ള ലിങ്കിന്റെ വാല്യൂ, ഇതൊക്കെ എപ്പോഴും തുടങ്ങുന്ന സമയത്ത് തന്നെ എയ്ക്ക് അറിയണമെന്നുണ്ടോ? ഉണ്ടോ പിള്ളേരെ? ഇല്ല. അപ്പം നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വരച്ച നമ്മുടെ ഫൈനൽ റൂട്ടിംഗ് ടേബിളാണ്. അതിന് പകരമായിട്ട് ആദ്യം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഡിസ്റ്റൻസ് വെക്ടർ തുടങ്ങുമ്പോൾ നമുക്കൊരു ഇനിഷ്യൽ ടേബിൾ ഉണ്ടാവും. ഇനിഷ്യൽ ടേബിൾ ഇത്രേ ഉള്ളൂ. ഇതുപോലെ തന്നെ സെയിം തന്നെ ഒരു 3 കോളമുള്ള ഇനിഷ്യൽ ടേബിൾ. 2 കോസ്റ്റ് നെക്സ്റ്റ്, 2 കോസ്റ്റ് നെക്സ്റ്റ്. ഇതിപ്പോൾ ഞാൻ എയുടെ ഇനിഷ്യൽ റൂട്ടിംഗ് ടേബിളാണ് വരയ്ക്കുന്നത് വിചാരിച്ചുള്ളൂ. എ ബി സി ഡി ഇ. ഓരോ നോഡുകൾക്കും അവരോട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആയിട്ടുള്ള നോഡുകളിലോട്ടുള്ള വാല്യൂ എല്ലാം ഓൾറെഡി കിട്ടും. ഇനിഷ്യലി തന്നെ കിട്ടും. ഓരോ നോഡുകൾക്കും അവരോട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആയിട്ടുള്ള നോഡുകളിലേക്കുള്ള വാല്യൂസ് ഡയറക്റ്റ് ലിങ്ക് ഏതൊക്കെയാണ്? എ ടു ഡി കിട്ടും, എ ടു സി കിട്ടും, എ ടു ബി കിട്ടും. ഈ 3 ലിങ്കിൻ്റെ വാല്യൂ ഓരോരുത്തർക്കും എന്ത് കിട്ടും?
ആദ്യമേ തന്നെ അറിയാൻ പറ്റും, കാരണം അവരോട് ഡയറക്റ്റ്ലി കണക്റ്റഡാണ്. അപ്പോൾ എയിൽ നിന്ന് എയിലോട്ട് 0 ആണെന്ന് നമുക്കറിയാം, എയിൽ നിന്ന് ബിയിലോട്ട് 5 ആണെന്ന് നമുക്കറിയാം, എയിൽ നിന്ന് സിയിലോട്ട് 2 ആണെന്ന് നമുക്കറിയാം, എയിൽ നിന്ന് ഡിയിലോട്ട് 3 ആണെന്ന് നമുക്കറിയാം. പക്ഷേ എന്തറിയത്തില്ല, എയിൽ നിന്ന് ഇയിലോട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടോ? ഇല്ലാത്തടത്തോളം കാലം എയിൽ നിന്ന് ഇയിലേക്കുള്ള വാല്യൂ ഇനിഷ്യൽ കണ്ടീഷനിൽ ആർക്കറിയത്തില്ല? എയ്ക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ അറിയാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഡയറക്റ്റ് ലിങ്ക് ഇല്ലാത്ത ഏതെങ്കിലും നോഡിലേക്കുള്ള വാല്യൂ അറിയണമെങ്കിൽ നമുക്ക് ഇനിഷ്യൽ കണ്ടീഷനിൽ അറിയാത്തത് കൊണ്ട് നമ്മളവിടെ ഇൻഫിനിറ്റി എന്ന് എഴുതും. എന്തെഴുതും? നമ്മളവിടെ ഇൻഫിനിറ്റി എന്ന് എഴുതും. ഏതുവഴി പോകണമെന്നും അറിയാത്തതുകൊണ്ട് ആ സ്പേസും നമ്മൾ എന്ത് ചെയ്തും? ഗ്യാപ്പായിട്ടിടും. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഇനിഷ്യൽ ടേബിളിൻ്റെ കാര്യമാണ് പറയുന്നത്. ഡയറക്റ്റ്ലി കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ നോഡുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എഴുതും. നമുക്ക് ഡയറക്റ്റ്ലി അറിയാത്തതിനകത്ത് നമ്മൾ എന്ത് എഴുതും? ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇടും. കാരണം നമുക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഉള്ളതായിട്ട് നമുക്ക് അറിയത്തില്ല. ഇൻഫിനിറ്റി ഇടും. അതുപോലെ തന്നെ എന്തും ഇടും? ആ ഡിസ്റ്റൻസ് ഏതുവഴിയാണ് പോകേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് നെക്സ്റ്റിൻ്റെ അവിടെ എന്തോ ഇടും? ഒരു ഡാഷ് നമ്മൾ ഇട്ട് വെക്കും ഇനിഷ്യൽ കണ്ടീഷനിൽ. ഇതേപോലെ തന്നെ സിയുടെ നോക്കിക്കേ, ഇപ്പം നമ്മൾ എഴുതിയ സിയുടെ തന്നെ ഇനിഷ്യൽ ടേബിൾ എങ്ങനെ വരും? ഇനിഷ്യൽ ടേബിൾ എങ്ങനെ വരും? 2 നെക്സ്റ്റ്, സോറി 2 കോസ്റ്റ് നെക്സ്റ്റ് എങ്ങനെ വരും? ഇതുപോലെ തന്നെ എ ബി സി ഡി ഇ എങ്ങനെ വരും? അല്ല ചോദിക്കേ, സിയിൽ നിന്ന് എയിലേക്ക് ഡയറക്റ്റ് ഉണ്ട്, എന്തുവാണ്? 2. സിയിൽ നിന്ന് ബിയിലേക്ക് ഡയറക്ഷൻ ഉണ്ട്, 4. സിയിൽ നിന്ന് സിയിലേക്ക് 0. സിയിൽ നിന്ന് ഡിയിലേക്ക് എന്തില്ല? ഡയറക്റ്റ് ഇല്ല. അപ്പം ഞാനവിടെ എന്തോ കോസ്റ്റ് എഴുതണം? ഇൻഫിനിറ്റി. നെക്സ്റ്റ് എനിക്ക് ഏതുവഴി പോകണമെന്ന് എനിക്കറിയാവോ? ഇൻഫിനിറ്റി അല്ല, ഏതുവഴി പോകണമെന്ന് എനിക്കറിയാവോ? ഇല്ല. അപ്പം ഞാൻ എന്തോ എഴുതോടെ? അവിടെ ഒരു ഡാഷ് ഇടും. സിയിൽ നിന്ന് ഇയിലേക്ക് എത്രയാ? 4. ഡയറക്റ്റ് ലിങ്ക് ആണ്. ഇതാണ് എൻ്റെ ഇനീഷ്യൽ ടേബിൾ. അപ്പം ഇതിനകത്ത് ഇത്ര ഉണ്ടേ. അപ്പോൾ ഇനീഷ്യൽ ടേബിൾ നോക്കിയപ്പോൾ ഇങ്ങനെ കിട്ടി. ആർക്കൊരു ഫൈനലായിട്ട് അറിഞ്ഞുകൂടാ, പല നോഡിലേക്കുള്ള ഫൈനൽ വാല്യൂ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞുകൂടാ. ഇനീഷ്യൽ കേസിൽ എല്ലാവരും ഇങ്ങനെ അവരവരുടെ ഓരോരോ തൊട്ടടുത്ത നെയ്ബറുമായിട്ടുള്ള ലിങ്കും കോസ്റ്റും വെച്ചുകൊണ്ട് ഇതുപോലെ ടേബിൾ ഉണ്ടാക്കി വെച്ചു. ഇനി ഇതെങ്ങനെ ഫൈനലാക്കാം? നമുക്ക് ഫൈനലി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതുപോലത്തെ സാധനം കിട്ടണം. അതെങ്ങനെ കിട്ടാമെന്ന് ചോദിച്ചാൽ അതിനുള്ള സൊല്യൂഷനാണ് ഷെയറിങ്. അതിനുള്ള സൊല്യൂഷനാണ് ഷെയറിങ്. അതായത് എന്തോ നമ്മൾ ചെയ്യുന്നേ? ഷെയറിങ് എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് മറ്റേ ഉണ്ടാക്കി വെച്ച ഇനീഷ്യൽ ടേബിളുകൾ, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഇനീഷ്യൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഇനീഷ്യൽ ടേബിളുകൾ, ആ ടേബിളിനകത്തുള്ള ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇൻഫർമേഷൻ അറിയാൻ പറ്റും. കാരണം ഇത് എയുടെ ടേബിളാണ്. എയ്ക്ക് എയിലോട്ടും ബിയിലോട്ടും സിയിലോട്ടും ഡിയിലോട്ടും ഉള്ള റൂട്ട് ഡിസ്റ്റൻസും കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയാം. ഇ ആണ് അറിയാത്തത്. സിക്ക് എയിലോട്ടും ബിയിലോട്ടും സിയിലോട്ടും ഇയിലോട്ടും ഉള്ളത് കറക്റ്റായിട്ട് അറിയാം. അറിയാത്ത ഏതാ? ഡിയാ. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുവാണെങ്കിൽ, ഈ എ അയാളുടെ ടേബിൾ സിക്കും കൊടുക്കുവാണ്, സി അയാളുടെ ടേബിൾ എയ്ക്കും കൊടുക്കുവാണെങ്കിൽ എന്തോ ചെയ്യാൻ പറ്റും? ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്താൽ ഇയിലേക്ക് പോകേണ്ടത് ഏതുവഴിയാണെന്ന് എയ്ക്ക് അറിയത്തില്ലെങ്കിലും ഇയിലേക്ക് പോകേണ്ടത് ഏതുവഴിയാണെന്ന് ആർക്കറിയാം? സിക്ക് അറിയാം. ഡിയിലേക്ക് പോകേണ്ടത് ഏതുവഴിയാണെന്ന് സിക്ക് അറിയത്തില്ലെങ്കിലും ഡിയിലേക്ക് പോകേണ്ടത് ഏതുവഴിയാണെന്ന് ആർക്കറിയാം? എയ്ക്ക് അറിയാം. മനസ്സിലായോ? അപ്പോൾ ഇവർ ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുവാണെങ്കിൽ രണ്ടു പേർക്കും അവരവർക്ക് ആവശ്യമുള്ളത് കിട്ടുമോ പിള്ളേരെ? കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഈ ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിംഗ് അൽഗോരിതം ഉണ്ടാക്കുന്നത്. അതായത് ഇനിഷ്യലി എല്ലാവരും അവരവരുടെ ഇനീഷ്യൽ റൂട്ടിംഗ് ടേബിൾ ഉണ്ടാക്കും, അറിയാത്തതല്ല ഇൻഫിനിറ്റി ഇടും. അതിനുശേഷം അവരെല്ലാവരും അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഉള്ള നെയ്ബേഴ്സുമായിട്ട് എല്ലാം എന്ത് ചെയ്യും? അവരവരുടെ റൂട്ടിംഗ് ടേബിൾ ഷെയർ ചെയ്യും. ആ റൂട്ടിംഗ് ടേബിൾ ഷെയർ ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് അറിയാത്ത ഇൻഫർമേഷൻ ചിലപ്പോൾ ബാക്കി നോഡുകൾക്ക് അറിയായിരിക്കും. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ആ ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. മനസ്സിലായോ? ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കറിയാത്ത നോഡിലേക്കുള്ള ഡിസ്റ്റൻസ് മാത്രമായിരിക്കത്തില്ല, കോസ്റ്റ് മാത്രമായിരിക്കത്തില്ല കിട്ടുന്നത്. ചിലപ്പോൾ വിചാരിക്കുക, ഇപ്പോൾ നമ്മൾ ഈ എയുടെ ഇനിഷ്യൽ റൂട്ടിംഗ് ടേബിൾ നമ്മൾ പറയുവാണ് ബിയിലേക്ക് പോകാൻ വേണ്ടി 5 ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ അതേപോലെ തന്നെ സി പറയുന്നു ബിയിലേക്ക് പോകാൻ വേണ്ടി 4. സപ്പോസ് സിയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ്, സപ്പോസ് പറയുവാണ്
സപ്പോസ് സിയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് 1 ആയിരുന്നെങ്കിലോ, വിചാരിക്കുക സിയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് 1 ആയിരുന്നെങ്കിൽ എയ്ക്ക് അങ്ങനെ ആയിരുന്നെങ്കിൽ എയ്ക്ക് ബിയിലേക്ക് പോകാൻ ഡയറക്റ്റ് പോകുന്നതാണോ എളുപ്പം, ത്രൂ സി പോകാനാണോ എളുപ്പം? ഏതെളുപ്പം? ത്രൂ സി പോകുന്ന ശരിയാണോ? പക്ഷെ അങ്ങനെ ത്രൂ സി ഒരു പാത്ത് ഉണ്ടെന്നുള്ളത് ഇനിഷ്യൽ കണ്ടീഷനിൽ എയ്ക്ക് അറിയാവോ? ഇനിഷ്യൽ കണ്ടീഷനിൽ എയ്ക്ക് അറിയാമോ? ഇല്ല, എയ്ക്ക് അറിയത്തില്ലല്ലോ. ഇനിഷ്യൽ കണ്ടീഷനിൽ സിയിൽ നിന്ന് ബിയിലേക്ക് 1 എന്നൊരു പാത്ത് ഉണ്ടെന്ന് എയ്ക്ക് അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ സിയുടെ റൂട്ടിംഗ് ടേബിളിൽ ഇതിപ്പോൾ 1 എന്നിട്ടുണ്ട്. സിയുടെ റൂട്ടിംഗ് ടേബിളിൽ ഇത് 1 ആണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് എയ്ക്ക് ഷെയർ ചെയ്താൽ അത് കാണുമ്പോൾ എയ്ക്ക് എന്താ മനസ്സിലാക്കാം? ഇങ്ങനൊരു പാത്ത് ഉണ്ടെന്നും ഞാൻ ത്രൂ സി പോവുകയാണെങ്കിൽ എനിക്ക് ഈ 5-ന് പകരം 3 കോസ്റ്റ് ഉള്ള ഒരു പാത്ത് കിട്ടുമെന്നും ആർക്ക് മനസ്സിലാക്കാം? എയ്ക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതല്ലയോ ലീസ്റ്റ് കോസ്റ്റ് പാത്ത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഈ ഇനിഷ്യൽ റൂട്ടിംഗ് ടേബിൾ ഉണ്ടാക്കിയതിന് ശേഷം നോഡുകൾ തമ്മിൽ പരസ്പരം അവരവരുടെ റൂട്ടിംഗ് ടേബിൾ ഷെയർ ചെയ്യുവാണെങ്കിൽ എന്തുകൊണ്ട് ഗുണം? ഒന്ന്, നമുക്കില്ലാത്ത ലിങ്കുകൾ വേറെ ഏതെങ്കിലും നോഡുകൾ വഴി ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതൊന്ന്. 2, നമുക്കിപ്പോൾ ഓൾറെഡി അറിയാവുന്ന ഡിസ്റ്റൻസിനെക്കാട്ടി കുറവ് ഡിസ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് പോകാൻ പറ്റിയ പാത്തുകൾ വല്ലതും ഉണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? ഇത് രണ്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം, ഈ ഷെയറിങ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം. മനസ്സിലായോ? മനസ്സിലായോ? ഇനി ഇനിഷ്യൽ കണ്ടീഷൻ 4 തന്നെയാണെന്ന് വിചാരിച്ചോളുക. ഇത് 4 തന്നെയാണെന്ന് വിചാരിച്ചോളുക. അങ്ങനെയാണെങ്കിൽ ഇത് ഷെയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഇത് പറഞ്ഞുതരാം. ഞാനിവിടെ നല്ലപോലെ ഈ റൂട്ടിംഗ് ടേബിൾ നല്ലപോലെ എഴുതാം. ഒരു മിനിറ്റ്, എനിക്ക് മനസ്സിലാകത്തില്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ എയുടെ ഇനിഷ്യൽ റൂട്ടിംഗ് ടേബിൾ ഒന്നുകൂടെ വരയ്ക്കാം. ഇനിഷ്യൽ റൂട്ടിംഗ് ടേബിൾ എഴുതാം. 2 കോസ്റ്റ് നെക്സ്റ്റ് എയിൽ നിന്ന് വന്ന് എ ബി സി ഡി ഇ. കോസ്റ്റ് എത്രയൊക്കെ ആയിരുന്നു? എയിൽ നിന്ന് എയിലേക്ക് പോകാൻ വേണ്ടി 0, എയിൽ നിന്ന് ബിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 5, എയിൽ നിന്ന് സിയിലേക്ക് പോകാൻ വേണ്ടി 2, എയിൽ നിന്ന് ഡിയിലേക്ക് 3, എയിൽ നിന്ന് ഇയിലേക്ക് ഇൻഫിനിറ്റി. ഇങ്ങനെയായിരുന്നു നമ്മുടെ എയുടെ. ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഇതായിരുന്നു നമ്മുടെ എന്താ ഇനിഷ്യൽ റൂട്ടിംഗ് ടേബിൾ. അതുപോലെ തന്നെ സിയുടെ ഇനിഷ്യൽ റൂട്ടിംഗ് ടേബിൾ എന്തായിരുന്നു? 2 കോസ്റ്റ് നെക്സ്റ്റ് എ ബി സി ഡി ഇ. സിയിൽ നിന്ന് എയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്തായിരുന്നു? 2, സിയിൽ നിന്ന് ബിയിലേക്ക് പോകാൻ വേണ്ടി 4, സിയിൽ നിന്ന് സി 0, സിയിൽ നിന്ന് ഡിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല, ഇൻഫിനിറ്റി. സിയിൽ നിന്ന് ഇയിലേക്ക് 4, നെക്സ്റ്റ് ഒന്നുമില്ല. ഇത് രണ്ടുമായിരുന്നു നമ്മുടെ ഇനിഷ്യൽ ടേബിളുകൾ. ഇനി ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു വിചാരിക്കുക. അതായത് ഫോർ എക്സാമ്പിൾ സിയുടെ ടേബിൾ സി ആർക്ക് അയച്ചു കൊടുത്തു? എയ്ക്ക് അയച്ചു കൊടുത്തു എന്ന് വിചാരിക്കുക. ആ ടേബിൾ ഇവിടെ വന്നു, സിയുടെ ടേബിൾ ഇവിടെ വന്നു. ഇതിൻ്റെ മീനിങ് എന്തുവാ? ഇത് ഉപയോഗിച്ച് ഞാൻ ഏതെങ്കിലും ഫോർ എക്സാമ്പിൾ സിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഞാൻ ഏതെങ്കിലും പാത്ത് ഇവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്തുവാ? ഇനി അത് പോകേണ്ടത് ഏത് വഴിയാണ്? ഫോർ എക്സാമ്പിൾ ഇയുടെ കേസ് തന്നെ എടുക്കുക. നിലവിൽ എ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചേക്കുന്നത് ഇയിലേക്ക് പോകാൻ പാത്തൊന്നുമില്ല, ഡിസ്റ്റൻസ് എത്രയാണ്? ഇൻഫിനിറ്റി ആണെന്നാണ് ആര് മനസ്സിലാക്കി വെച്ചേക്കുന്നത്? എ മനസ്സിലാക്കി വെച്ചേക്കുന്നത്. സിയുടെ ഇൻഫർമേഷൻ അവിടെ കിട്ടിക്കഴിയുമ്പം നമ്മുടെ എയ്ക്ക് മനസ്സിലാവും സിയിൽ നിന്ന് ഇയിലേക്ക് ഒരു പാത്ത് ഉണ്ട്. ഇത് കാണുമ്പോൾ എന്തോ മനസ്സിലാക്കേണ്ടത്? സിക്ക് ഇയിലേക്ക് ഒരു പാത്ത് ഉണ്ട്, ഡിസ്റ്റൻസ് എത്രയാ? 4 എന്നാ. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ എയെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? എ ടു ഇ. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? എയിൽ നിന്ന് സിയിലേക്ക് പോകേണ്ട ഡിസ്റ്റൻസ് പ്ലസ് സിയിൽ നിന്ന് ഇയിലേക്ക് പോകേണ്ട ഡിസ്റ്റൻസ്. ശരിയാണോ? ഞാൻ സിയുടെ റൂട്ടിംഗ് ടേബിൾ ഉപയോഗിച്ച് ഇവിടെ പാത്ത് എടുക്കുകയാണെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? എയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് പ്ലസ് സിയിൽ നിന്ന് ഇയിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കുമോ? മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മളിപ്പോൾ പടം ഞാൻ കാണിക്കാം. അതായത് നിങ്ങളിപ്പോൾ ഈ പടത്തിനകത്ത് നോക്കുവാണെങ്കിൽ മറ്റേ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ല. ഓക്കെ, പടം നമുക്ക് എങ്ങനെയായിരുന്നു? എ ഇവിടെ ചെയ്തിട്ട് വയ്ക്കാം. എ ബി സി ഡി ഇ. അപ്പം ഇങ്ങനെ എയിൽ നിന്ന് നമ്മുടെ എന്താണ്
എയിൽ നിന്ന് സിയിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട്. അത് ആദ്യം ഇനിഷ്യൽ കണ്ടീഷനിൽ ആർക്കറിയത്തില്ല, എയ്ക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ സി ഇങ്ങോട്ട് ഡേറ്റ കൊടുത്തു കഴിയുമ്പം സി പറയുവാണ് എനിക്ക് ഇയിലേക്ക് ഒരു പാത്ത് ഉണ്ട് വിത്ത് ഡിസ്റ്റൻസ് ഓഫ് 4 എന്ന്. അപ്പോൾ എ ആ റൂട്ട് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? എയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആയ 2 പ്ലസ് സിയിൽ നിന്ന് ഇയിലേക്കുള്ള ഡിസ്റ്റൻസ് ആയ 4 ആണല്ലോ ഏതെടുത്താലും. അപ്പോൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനെ ഈ കിട്ടുന്ന ഈ വന്നേക്കുന്ന സിയുടെ ഈ ഡിസ്റ്റൻസുകളെ എല്ലാത്തിൻ്റെയും കൂടെ എത്രയും കൂടെ ആഡ് ചെയ്യണം? എയിൽ നിന്ന് സിയിലേക്ക് പോകുന്ന ഡിസ്റ്റൻസ് കൂടെ ആഡ് ചെയ്യണം. വിച്ച് മീൻസ് എയിൽ നിന്ന് സിയിലേക്ക് പോകുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 2. അപ്പോൾ സിയുടെ ഇൻഫർമേഷൻ ഇവിടെ വരുമ്പോൾ സിയുടെ പാത്ത് അവിടെ വന്നാൽ നമ്മൾ ആ ഇൻഫർമേഷൻ ഉപയോഗിച്ച് നമ്മൾ എയ്ക്ക് വേണ്ടി പുതിയൊരു സിയുടെ ഇൻഫർമേഷൻ ഉപയോഗിച്ച് എയ്ക്ക് വേണ്ടി പുതിയൊരു ടേബിൾ ഉണ്ടാക്കുവാണെങ്കിൽ അതിനർത്ഥം എന്തുവാ? എയിലേക്ക് പോകണമെങ്കിൽ ത്രൂ സി ആണെങ്കിൽ നിലവിൽ എയിലേക്ക് പോകാൻ എത്ര മതിയായിരുന്നു? 0 കോസ്റ്റ് മതിയായിരുന്നു എയിൽ നിന്ന് എ പോകാൻ വേണ്ടി. ഇനി ത്രൂ സി ആണ് ഞാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എ ടു സി പോകണം, പിന്നെ സി ടു എ വരണം. അപ്പോൾ എ ടു സി പോകാൻ വേണ്ടി ഒരു 2 വാല്യൂ ഉണ്ട്, സി ടു എ പോകാൻ വേണ്ടി എന്തുണ്ട്? വീണ്ടും ഒരു 2 ഉണ്ട്. അപ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എത്രയായിരിക്കും? 4. ഏത് ത്രൂ ആ പോകുന്നത്? സി. ഇത് ഉപയോഗിക്കുവാണെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്, ഫൈനലല്ല, ഉപയോഗിക്കുവാണെങ്കിൽ. ഇനി എയിൽ നിന്ന് ബിയിലേക്ക് പോകാനുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം 5 അവിടെ കിടക്കട്ടെ. ഇനി ത്രൂ സി ഞാൻ പോകുന്നെങ്കിലോ എയിൽ നിന്ന് സിയിലേക്ക് പോകാൻ 2, സിയിൽ നിന്ന് ബിയിലേക്ക് പോകാൻ എത്രയാ? 4. അപ്പോൾ ടോട്ടൽ എത്രയാ? 2 + 4 6 വരും. എങ്ങോട്ട് പോകാൻ വേണ്ടിയാ? 6 വരും ത്രൂ സി ഞാൻ പോവുകയാണെങ്കിൽ. ശരിയാണോ? മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. അതുപോലെ തന്നെ എയിൽ നിന്ന് സിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സിയിലേക്ക് നമ്മൾ പോവുക. എയിൽ നിന്ന് സിയിലേക്ക് പോകാൻ വേണ്ടി 2, സിയിൽ നിന്ന് സിയിലേക്ക് പോകാൻ വേണ്ടി 0. അപ്പോൾ 2 + 0 2 ത്രൂ സി. ഇനി ഡിയിലേക്ക് പോകണമെങ്കിലോ സിയിൽ നിന്ന് ഡിയിലേക്ക് എത്രയാ? ഇൻഫിനിറ്റി. എയിൽ നിന്ന് സിയിലേക്ക് എത്രയാ? 2. അപ്പോൾ നമുക്ക് എ ടു ഡി ത്രൂ സി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇൻഫിനിറ്റി പ്ലസ് 2. ഇൻഫിനിറ്റി പ്ലസ് 2 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി തന്നെയല്ലേ? ഇൻഫിനിറ്റി പ്ലസ് 2 എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഫിനിറ്റിക്കായിട്ട് വലിയ വ്യത്യാസം വല്ലതും വരുമോ? ഇല്ല. അപ്പോൾ ഇൻഫിനിറ്റി പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എന്തിയാ? ഇൻഫിനിറ്റി തന്നെ വിത്ത് ഡിസ്റ്റൻസ് എതുവരെയാ? ത്രൂ സി. ഇനി ഇയിലേക്ക് പോകുന്ന കേസിലോ എയിൽ നിന്ന് സിയിലേക്ക് 2, സിയിൽ നിന്ന് ഇയിലേക്ക് പോകാൻ വേണ്ടി എത്രയാ? 4. അപ്പോൾ 2 + 4 എത്രയാ? 6. എങ്ങനെ പോകണമെങ്കിലാ? ത്രൂ സി. ഇങ്ങനെ സിയിൽ നിന്ന് കിട്ടിയ ടേബിൾ അനുസരിച്ച് എയുടെ പുതിയൊരു ടേബിൾ ഉണ്ടാക്കിയതാണ് ഈ കാണുന്നത്. അതായത് സിയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് എയുടെ ഒരു പുതിയ ടേബിൾ ഉണ്ടാക്കിയാണ് ഇത്. ഇനി ടേബിൾ ഉണ്ടാക്കി വെച്ചു. ഇനി ഇയാൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ അയാളുടെ ഇരുന്ന എയുടെ ഇനിഷ്യൽ ടേബിളും ഇപ്പോൾ ഉണ്ടാക്കിയ ടേബിളും തമ്മിൽ കമ്പയർ ചെയ്യും. ഇപ്പോൾ ഇരുന്ന ടേബിളും ഉണ്ടാക്കിയ ടേബിളും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. ആകെ നോക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്ന കോളം ഉണ്ടല്ലോ, നെക്സ്റ്റ് എന്ന് പറയുന്ന കോളം തമ്മിൽ അങ്ങ് കമ്പയർ ചെയ്യും. രണ്ടും സെയിം ആണോ ഡിഫറെൻ്റ് ആണോ? നെക്സ്റ്റ് എന്ന് പറയുന്ന കോളം സെയിം ആണോ ഡിഫറെൻ്റ് ആണോ? ഫസ്റ്റ് റോ നോക്കിക്കേ. ഈ ഫസ്റ്റ് റോ ഒരിടത്ത് ഡയറക്റ്റ് ലിങ്ക് ആണ്, ഒരിടത്ത് സി ആണ്. അതായത് നെക്സ്റ്റ് രണ്ടും ഡിഫറെൻ്റാണ്. നെക്സ്റ്റ് എന്ന് പറയുന്ന ഹോപ്പ് രണ്ടും ഡിഫറെൻ്റ് ആണെങ്കിൽ ഏതാണോ കോസ്റ്റ്, ഇത് കോസ്റ്റ്, ഏത് കോസ്റ്റ് ആണോ കുറവുള്ളത്, ഏത് ടേബിളിലുള്ള കോസ്റ്റ് ആണോ കുറവ്, അത് നമ്മൾ എടുക്കും. അപ്പോൾ ഫസ്റ്റ് റോ നോക്കി, ഇവിടുത്തെ നെക്സ്റ്റ് എന്ന് ഡയറക്റ്റ് ആണ്, ഇവിടുത്തെ നെക്സ്റ്റ് എന്ന് സി ആണ്, ഡിഫറെൻ്റ് ആണ്. അടുത്ത ഞാൻ നോക്കാൻ പോകുന്നത് അങ്ങനെ ആണെങ്കിൽ, ഡിഫറെൻ്റ് ആണെങ്കിൽ കോസ്റ്റ് നോക്കിയപ്പോൾ ഒരിടത്ത് 4ഉം ഒരിടത്ത് 0യും. ഏതാ കുറവ്? 0 അല്ലയോ? 0യും 4ഉം കമ്പയർ ചെയ്താൽ 0 അല്ലേ കുറവ്? അപ്പോൾ ഞാൻ ഏത് എൻട്രി എടുത്തു? ഈ എൻട്രി എടുത്തു. അടുത്ത രണ്ടാമത്തെ കോളം കമ്പയർ ചെയ്തു. ഇവിടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ്, ഇവിടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് സി. നെക്സ്റ്റ് കോളം തമ്മിൽ ഡിഫറെൻ്റാണ്. അടുത്ത ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ഡിഫറെൻ്റ് ആണെങ്കിൽ കോസ്റ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യും. ഇവിടെ 5, ഇവിടെ 6. ഏതാ ചെറുത്? എയുടെ ഇനിഷ്യൽ ടേബിൾ അല്ലേ? അപ്പോൾ ഈ എൻട്രി എടുത്തു. അടുത്തത് സിയുടെ കേസിൽ ഇവിടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ്, നെക്സ്റ്റ് സി ഡിഫറെൻ്റ് ആണ്. രണ്ടും പക്ഷെ സെയിമാണ്. ഇവിടെ 2 ആണ്, ഇവിടെ 2 ആണ്. അങ്ങനെ എപ്പോഴെങ്കിലും കോസ്റ്റും കൂടെ സെയിം വന്നാൽ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്നാൽ ഓൾഡ് എൻട്രി ഏതാണോ അതെടുക്കും. ഇവിടെ 2, ഇവിടെ 2,
ഓൾഡ് എൻട്രി ഇനിഷ്യൽ ടേബിളെയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഓൾഡ് എൻട്രി എടുത്തു. അടുത്ത് ഡി എടുത്തു. നെക്സ്റ്റ് എൻട്രി ഇവിടെ ഡയറക്റ്റ്, നെക്സ്റ്റ് എൻട്രി സി ഡിഫറൻ്റ് ആണ്. കോസ്റ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്തു. ഒരിടത്ത് 3, ഒരിടത്ത് ഇൻഫിനിറ്റി. ഏതാ ചെറുത്? 3 അല്ലയോ? ഈ എൻട്രി എടുത്തു. അടുത്ത കേസിൽ ഇവിടുത്തെ ഈയുടെ റോ നോക്കി. ഇവിടെ എന്തുവാണ്? നെക്സ്റ്റ് എൻട്രി ഡയറക്റ്റ് അറിയത്തില്ല, ഡയറക്റ്റ് എന്നുള്ള ഇതിൽ. ഇവിടെ നെക്സ്റ്റ് എൻട്രി എന്തുവാ? സി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഡിഫറൻ്റ് ആണ്. കോസ്റ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്തു. ഇവിടെ ഇൻഫിനിറ്റി, ഇവിടെ 6. ഏതെടുക്കും? എയുടെ പുതിയ ടേബിളിലേ എടുക്കത്തുള്ളൂ. അപ്പോൾ ഈ എൻട്രി എടുക്കും. അപ്പോൾ നമ്മുടെ പുതിയ എയുടെ ഫൈനൽ റൂട്ടിംഗ് ടേബിൾ എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? ഈ എൻട്രി, ഈ എൻട്രി, ഈ എൻട്രി, ഈ എൻട്രി, ഈ എൻട്രി. ഈ എൻട്രിക്ക് പകരം നമ്മൾ എന്തോ യൂസ് ചെയ്യും? ഇതിന് പകരം ഏത് യൂസ് ചെയ്യും? ഈ എൻട്രി യൂസ് ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായോ? ഈ 6C എന്ന് പറഞ്ഞ എൻട്രി ഉപയോഗിക്കും. ഇതിവിടെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണല്ലോ നമുക്ക് നേരത്തെ കിട്ടിയ നമ്മുടെ ഫൈനൽ ടേബിൾ. ആണോ? ഓർമ്മയുണ്ടോ? നമ്മൾ നേരത്തെ എഴുതിയ ഫൈനൽ ടേബിളല്ലേ നമുക്കിപ്പോൾ കിട്ടിയത്. മനസ്സിലായോ? എയിൽ നിന്ന് 0 നെക്സ്റ്റ് ഇല്ല, ബിയിൽ നിന്ന് 5 നെക്സ്റ്റ് ഇല്ല, സിയിൽ നിന്ന് 2 നെക്സ്റ്റ് ഇല്ല, ഡിയിൽ നിന്ന് 3 നെക്സ്റ്റ് ഇല്ല, ഇയിൽ നിന്ന് 6 ത്രൂ സി. മനസ്സിലായോ? മനസ്സിലായി സർ. അപ്പം അങ്ങനെ എയുടെ എന്ത് കിട്ടി? ഫൈനൽ റൂട്ടിംഗ് ടേബിൾ കിട്ടിയോ? ഇതേപോലെ തന്നെ എല്ലാ നോഡുകളും എന്തോ ചെയ്യും? അവരവരുടെ റൂട്ടിംഗ് ടേബിൾ, ഫൈനൽ റൂട്ടിംഗ് ടേബിൾ കണ്ടുപിടിക്കും. അപ്പോൾ അവരവർക്ക് ഓരോരുത്തരത്തോട് പോകേണ്ട കംപ്ലീറ്റ് ഇൻഫർമേഷനും അയാൾക്ക് എന്ത് കിട്ടും? ഓരോ ഇൻഫർമേഷനും ആർക്ക് കിട്ടും? ഓരോ ആൾക്കാർക്കും കിട്ടും. മനസ്സിലായോ പിള്ളേരെ? ഞാൻ ഈ മറ്റേ എന്താണ് ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്ന സൂം ക്ലാസ്സിൻ്റെ ടൈം തീരാറായി. ഞാൻ അടുത്ത ക്ലാസ്സിൻ്റെ ലിങ്ക് ഇപ്പം തന്നെ ഇടാം. ഇപ്പോഴത്തെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യണം. കാരണം 40 മിനിറ്റ് എനിക്ക് അറ്റ് ടൈം എടുക്കാൻ പറ്റുള്ളൂ ഈ സൂമിന്, അപ്ഗ്രേഡഡ് വേർഷൻ അല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ ലിങ്ക് ഇപ്പം തന്നെ അതിനകത്ത് പോസ്റ്റ് ഇപ്പം തന്നെ ജോയിൻ ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ കട്ടാവും. പിന്നെ ബാക്കി ഞാൻ പറയാം.